Hey folks, welcome to another episode. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ ക്രെറ്റ N-Line ആണ്. സോ ഈ ഒരു N-Line ഏറ്റവും പുതിയതായിട്ട് ഹ്യുണ്ടായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. നമുക്കറിയാം ക്രെറ്റ 2024 ലോഞ്ച് ആയി. അതിനുശേഷം ആ ഒരു ക്രെറ്റ ബേസ് ചെയ്തിട്ടുള്ള N-Line ആണ്. സോ നിലവിൽ എഞ്ചിനിലോ കാര്യങ്ങളോ ഒന്നും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ആ ഒരു ലുക്കിൽ മാത്രമേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളൂ. സോ മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രില്ലിൻ്റെ എലമെൻറ്റ് പഴയ ക്രെറ്റയെക്കാളും ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻഭാഗത്തിന് പുതിയൊരു കംപ്ലീറ്റ് ന്യൂ ആയിട്ടൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. N-Lineൻ്റെ ബാഡ്ജിങ് കാണാം. ലോഗോയിലാണ് ആ ഒരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നത്. പുതിയൊരു ബമ്പർ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് റെഡ് എലമെന്റിന്റെ ഇൻസെർട്ട് കാണാൻ കഴിയും. അത് N-Lineന്റെ ഭാഗമായിട്ടുള്ള ഒരു എലമെന്റ് ആണ്. സോ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ 18 ഇഞ്ച് വീലായിട്ട് ഉയർത്തിയിട്ടുണ്ട്. 17 ഇഞ്ച് വീലായിരുന്നു നോർമൽ ക്രെറ്റയിൽ കൊടുത്തിരുന്നത്. N-Lineലേക്ക് വരുമ്പോൾ 18 ഇഞ്ച് വീലായിട്ട് ഉയർത്തിയിട്ടുണ്ട്. സോ അതിൽ പുതിയൊരു അലോയ് വീൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. N-Lineന്റെ ഭാഗമായിട്ടുള്ള ഒരു അലോയ് വീലാണ്. റെഡ് എലമെന്റുള്ള ബ്രേക്ക് ഐപിഎസ് വരുന്നുണ്ട്. കൂടാതെ സൈഡ് സ്കേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടും ബൈക്കും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ആൻഡ് മൂവിങ് ടു ബൈക്ക് പ്രൊഫൈൽ നമുക്ക് പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സ്പോയിലർ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ബമ്പർ എലമെൻറ്റ് റീട്യൂൺ ചെയ്തിട്ടുണ്ട്, റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ എക്സോസ്റ്റ് കാണാൻ കഴിയും. സ്പെഷ്യലി ട്യൂൺ ആയിട്ടുള്ള ഒരു സൗണ്ട് പാറ്റേണും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ബമ്പർ എലമെൻറ്റ് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. അതൊരു പുതിയൊരു ഡിസൈൻ എലമെൻറ്റായിട്ട് N-Lineൽ ഹ്യുണ്ടായി അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പുതിയൊരു ഡാഷ്ബോർഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡ് ഡിസൈനാണ്, ഡാഷ്ബോർഡ് പഴയ തന്നെയാണ്. നോർമലി നമുക്ക് ലഭിക്കുന്ന ആ ഒരു കൺട്രോൾസും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒരു പുതിയ റൗണ്ട് ഷേപ്പിലോട്ടൊരു സ്റ്റിയറിംഗ് ആണ്. അതിൽ N-Lineന്റെ ബാഡ്ജിങ് കാണാൻ കഴിയും. റെഡ് സ്റ്റിച്ചിങ് എല്ലാം ആ ഒരു N-Lineന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം ഒരു കോപ്പർ എലമെന്റ് ആയിരുന്നു നോർമൽ ക്രെറ്റയിൽ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് റെഡ് എലമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. AC വെൻസിലും ആ ഒരു എലമെന്റ് കാണാൻ കഴിയും. സീറ്റുകളിലും ആ റെഡ് എലമെന്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി റിമെയിൻസ് സെയിം ഒരു എലമെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈനിൽ മാത്രമേ പുതിയൊരു ക്രെറ്റയിൽ ചേഞ്ചസ് വന്നിട്ടുള്ളൂ. ബാക്കി റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ്, കംഫർട്ട് കാര്യങ്ങളെല്ലാം സെയിം ആണ്. യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. ഈ റെഡ് എലമെന്റ് കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി വാഹനത്തിന് ആ ഒരു സ്പോർട്ടി ഫീൽ നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ അതർ ദാൻ വാഹനം സെയിം ആണ്. പുതിയ ക്രെറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈൻ സെയിം ആണ്, ഫീച്ചേഴ്സ് സെയിം ആണ്. റൈഡ് ആൻഡ് കംഫർട്ട് ബെറ്റർ ആയിട്ടുണ്ട്. ബിക്കോസ് 18 ഇഞ്ച് വീലായപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്ത ഒരു സ്പെഷ്യൽ സസ്പെൻഷനാണ്. 17 ഇഞ്ച് വീലിൽ കൊടുത്തിരിക്കുന്നത് പോലെയല്ല. 18 ഇഞ്ച് വീലായപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തൊരു സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ റൈഡ് ആൻഡ് ഹാൻഡലിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. സോ കംഫർട്ട് വൈസ് നോക്കുകയാണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ഒരു റൈഡ് ആൻഡ് ഹാൻഡലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ചെറിയ പോർട്ട് ഹോൾസിലൊക്കെ വീണാൽ പോലും ആ ഒരു വീല് സൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്ര ആ ഒരു ഇമ്പാക്റ്റ് അറിയില്ല. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഒരു ഡ്യുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. ഡ്യുവൽ എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് എലമെന്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഒരു ചെറിയ സൗണ്ട് ട്യൂണിങ്ങും കൊടുത്തിട്ടുണ്ട്. അതർ ദാൻ വാഹനം സെയിം ആണ്. യാതൊരു വ്യത്യാസവും ഈ ഒരു ക്രെറ്റ N-Lineൽ കൊടുത്തിട്ടില്ല. വാഹനം 2 വേരിയൻസിൽ ലഭിക്കും. N8ഉം N10ഉം. N8ൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക്കും ലഭിക്കും. ഇത് ഓട്ടോമാറ്റിക്കാണ്. സോ ഈ ഒരു വാഹനത്തിന് ആപ്റ്റായിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും. സോ ഗിയർ നോബിലെല്ലാം ആ ഒരു എലമെൻറ്റ് കൊടുത്തിരിക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. അതായത് ആ ഒരു സ്പോർട്സ് ഫീൽ നമുക്ക് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് 18,62,000 രൂപ മുതൽ 21 ലക്ഷം രൂപ വരെയാണ്. 2 മോഡൽസാണ്, N8 ആൻഡ് N10. സോ അതിലാണ് നമുക്ക് ഈ ഒരു N-Lineൻ്റെ വേരിയൻസ് കിട്ടുന്നത്. സോ 18 കിലോമീറ്റർ മൈലേജും കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ ഒരു നോർമൽ ക്രെറ്റയെക്കാളും കുറച്ചുകൂടി ഒരു ഡിസൈൻ എലമെൻറ്റിൽ നിങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണമെങ്കിൽ ക്രെറ്റ N-Line നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. നോർമൽ വേരിയൻസിനെക്കാളും 35,000 രൂപ കൂടുതലാണ് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള N-Line വരുന്നത്. സോ 35,000 രൂപയ്ക്ക് നോക്കുമ്പോൾ കുറച്ച് കോസ്മെറ്റിക് എലമെൻറ്റ്സ്, ഒരു ഡിസൈൻ എലമെൻറ്റ്സിൽ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ വർത്ത് ഓഫ് മണിയാണ് 35 റുപ്പീസ് എക്സ്ട്രാ കൊടുത്ത് ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ നിങ്ങൾ N-Line മേടിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. Hope you guys really enjoyed this video. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.